നമസ്കാരം, എൻ്റെ പേര് ജിബിൻ സേവ്യർ. വിവാ മോഷൻ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞു വരുന്ന ടോപ്പിക്ക് ജീവിതശൈലി രോഗങ്ങളെ പറ്റിയാണ്. നമ്മളുടെ ഇന്നത്തെ കാലത്ത് ഉദാഹരണത്തിന് കൊറോണയ്ക്ക് ശേഷം ധാരാളം പേർ വർക്ക് അറ്റ് ഹോം ആണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബേസിസിൽ പലരും ഇരിക്കുന്ന പോസ്ചർ, നിൽക്കുന്ന പോസ്ചർ, വർക്ക് ചെയ്യുന്ന പോസ്ചേഴ്സ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. റോങ് പോസ്ചേഴ്സിലാണ് എല്ലാവരും ഇരിക്കുന്നത്. നമ്മളുടെ ഓഫീസിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന പോലുള്ള വർക്ക് എൻവയോൺമെൻ്റ് എല്ലാം നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണമെന്നില്ല. ഉദാഹരണത്തിന് എർഗണോമിക് ചെയർ, അതേപോലെ നമ്മളുടെ ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ചെയർസ്, ഇരുന്നിട്ട് ഒരാൾ ഇരിക്കുമ്പോൾ നമ്മളുടെ കൈ വരുന്ന പൊസിഷൻ, കഴുത്തിൻ്റെ പൊസിഷൻ, ബാക്ക് പൊസിഷൻ, ഇതെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിസിൽ തന്നെ നമ്മുടെ ബോഡി റോങ് പോസ്ചേഴ്സിൻ്റെ ബേസിൽ നമുക്ക് ഫസ്റ്റ് തന്നെ മസിൽ സ്ട്രെയിൻ ഉണ്ടാവാം. അങ്ങനെ മസിൽ സ്ട്രെയിൻ ഡിസ്ക് ബൾജിലേക്ക് നയിച്ചേക്കാം. ആ ഡിസ്ക് ബൾജ് കാലിലേക്കുള്ള ഞരമ്പുകളെ പോയി തട്ടി സയാറ്റിക്ക പോലുള്ള വേദനകൾക്ക് കാരണം ഉണ്ടാവാം. അത് പിന്നെയും നമ്മൾ കെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ നെർവ് കംപ്രസ് ചെയ്ത് ആ നെർവ് സപ്ലൈ ചെയ്യുന്ന മസിൽസ് എല്ലാം വീക്കായി പിന്നെ സർജറിയിലേക്കൊക്കെ പോകേണ്ട അവസ്ഥകൾക്കൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്താൽ ശരിയാകുന്ന കാര്യങ്ങളെ ഇന്നത്തെ കാലത്ത് ഉള്ളൂ. ആക്ച്വലി നമ്മൾ ഫിസിയോതെറാപ്പി മൂലം നമുക്ക് ധാരാളം രോഗികളെ ഇങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത് തന്നെ നമ്മുടെ പോസ്ചർ കറക്റ്റ് ചെയ്യുക. നമ്മൾ എല്ലാവരും 7 മണിക്കൂർ 8 മണിക്കൂർ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് മൂലം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വർക്ക് ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റൂപ്പിംഗ് പോസ്ചറിലേക്ക് പോകും. സ്പൈൻ വളഞ്ഞിരിക്കും, കഴുത്ത് ഫോർവേഡ് സ്റ്റൂപ്പ് ചെയ്യും. അങ്ങനെ പല രോഗങ്ങൾ വരും. അപ്പോൾ കഴുത്തിലത്തെ ഡിസ്ക് ബൾജ് ആവാം, നമ്മുടെ ലോവർ ബാക്കിൽ ഡിസ്ക് ബൾജ് ആവാം. അതേപോലെ തന്നെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൽ കൂടെ പോകുന്ന ഒരു നെർവ് ഉണ്ട്, ആ നെർവ് കംപ്രസ് ആകാം. അങ്ങനെ പലവിധ രോഗങ്ങളിലേക്ക് നീങ്ങിയേക്കാം. അപ്പം ഇതെല്ലാം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ശരിയായിട്ടുള്ള പോസ്ചർ എന്താണ്, അതേപോലെ തന്നെ കോർ മസിൽ സ്ട്രെങ്തനിങ്, നമ്മളുടെ ബാക്ക് മസിൽസ്, അബ്ഡമൽ മസിൽസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്താലാണ് ഈ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് മാക്സിമം ഈ രോഗം വരാതിരിക്കുക എന്നുള്ളതാണ് രോഗം വന്ന് ചികിത്സ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്. കോർ മസിൽ സ്ട്രെങ്തനിങ് ചെയ്യാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം തേടാം. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള പോസ്ചർ, എങ്ങനെ ഇരിക്കണം, ടേബിളിന്റെ ഹൈറ്റ് എത്രത്തോളം വേണം, ചെയറിന്റെ ഹൈറ്റ് എത്രത്തോളം വേണം, എങ്ങനത്തെ ടൈപ്പ് ചെയർസ് വേണം യൂസ് ചെയ്യാൻ, അതിനെ എർഗണോമിക് കറക്ഷൻ എന്ന് പറയും. അതിനെല്ലാം ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഈവൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഡിസ്ക് ബൾജ് വന്നിരുന്നാൽ തന്നെ, അല്ലെങ്കിൽ സയാറ്റിക് പെയിൻ പോലുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കതിനുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിഷനറീസും ട്രീറ്റ്മെൻറ്റും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് സയാറ്റിക് പെയിനിന് വേണ്ടിയിട്ട് ടെൻസ് എന്ന് പറഞ്ഞ ഒരു മെഷീൻ ഉണ്ട്. നെർവ് പെയിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ടെൻസ് എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ട്. അൾട്രാസൗണ്ട് തെറാപ്പി ഉണ്ട്. ട്രാക്ഷൻ എന്ന് പറയുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രാക്ഷൻ മെഷീൻസ് ഉണ്ട്. ബൾജായി നെർവിനെ പോയി കംപ്രസ് ചെയ്യുമ്പോൾ ഇതിനെ ഡീകംപ്രസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. വിവാ മോഷൻ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, ലൈവ്ലി റിട്ടേൺ ടു മൂവ്മെന്റ്, KSRTC ബസ് സ്റ്റാൻഡ് റോഡ്, ചാലക്കുടി.